നമസ്കാരം. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാൻ പലതിലും പറഞ്ഞിരിക്കാം. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഈ ആവർത്തന വിരസതയുണ്ടല്ലോ ദിനേശ് ചേട്ടാ, ഇത് വേറൊരു സ്റ്റോറി പറഞ്ഞാണല്ലോ, ഇതെന്ത് പറ്റുന്നെന്ന് കേട്ടാൽ. നമ്മളൊരു കഥ പറയുമ്പോൾ അത് കണക്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവം ഉണ്ടാവും. ഈ സംഭവം ചിലപ്പോൾ മുമ്പ് പറഞ്ഞതായിരിക്കും. അതുകൂടി ഇതിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു പൊലിമ വരില്ല. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് തോന്നുന്നു ഇത് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് തോന്നും. പക്ഷേ ആ മുമ്പ് പറഞ്ഞ സാധനം ഈ സ്റ്റോറിയിൽ ആവശ്യമാണെങ്കിൽ അത് നമ്മൾ പറയണം, പറഞ്ഞാലേ അത് കേൾക്കൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച, തിരക്കഥ എന്ന് വേണമെങ്കിലും പറയാം, സുരേഷ് ഉണ്ണിത്താൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് ഭാഗ്യവാൻ. അതിലെ നായകനായ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിന് ലഭ്യശ്രീയിൽ യോഗമുള്ള ചെറുപ്പക്കാരനാണ്. എനിക്ക് പലപ്പോഴും തോന്നും, എനിക്കും ലഭ്യശ്രീ യോഗമുണ്ടെന്ന്. ഈ യോഗമുള്ളവർ ആരോട് സംസാരിച്ചാലും അവർ രക്ഷപ്പെടും. യോഗമുള്ള എന്നെ പോലുള്ളവൻ നശിച്ചു പോകും എന്നാണ് അനുഭവം എനിക്കും എന്ന് പറയാം. അങ്ങനെയാണ് വിവരമുള്ളവർ പറയുന്നത്. ലഭ്യശ്രീ യോഗമുള്ളവൻ ഒരിടത്ത് രക്ഷപ്പെടില്ല, പക്ഷെ അവൻ ചെന്ന് കയറുന്നിടം രക്ഷപ്പെടും, മുടിഞ്ഞു പോകില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് എനിക്ക് ലഭ്യശ്രീ യോഗമുണ്ടെന്ന്. അനുഭവങ്ങൾ അങ്ങനെയാണ് എനിക്ക് സമ്മാനിച്ച് തന്നിട്ടുള്ളത്. വെറുതെ സ്വയം പൊക്കിയടിക്കുകയോ ബെടായി പറയുന്നതോ അല്ല ഞാൻ. ഒരാൾക്കും ദ്രോഹം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഒരാളും പറയരുതെന്ന് നല്ല വാശിയുള്ളവനാണ് ഞാൻ. ഒരാളും പറയരുത്, അയ്യോ അവൻ ഒരു ദ്രോഹിയാണ്, പാര വയ്ക്കും, നുണ പറയും, ചതിക്കും എന്നൊന്നും എന്നെ ജീവിതത്തിൽ ആരും പറയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് കഴിയുമെങ്കിൽ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണം. അത് എന്തായാലും ചെയ്തു കൊടുക്കണം. ഞാൻ ഇക്കാര്യം വാശി പോലെ ജീവിതപ്രദമാക്കിയ ഒരാളുമാണ്. നമുക്ക് പറ്റുന്നത് ഒരാൾ ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുത്തിരിക്കണം. അതിൽ നമുക്ക് എന്ത് ലാഭം കിട്ടുമെന്ന് ചിന്തിക്കാൻ പാടില്ല എന്ന വിശ്വാസക്കാരാണ് ഞാൻ. അതാണ് എൻ്റെ പോളിസി. ചിത്രത്തിന് പിന്നിൽ എന്ന ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടല്ലോ, 8 പേര് പുറകെ നിൽപ്പുണ്ട്. ഫ്രണ്ടിലിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനാണ്. പുറകെ 8 പേര് നിൽപ്പുണ്ട്. അയാളെ കൂടാതെ ഒരാൾ കൂടിയുണ്ട്, ഈ ഫോട്ടോ എടുക്കുന്ന ആൾ. അയാൾ വേറൊരു ഫോട്ടോയിൽ ഇരിപ്പുണ്ട്. അവൻ്റെ തിരുമോന്ത ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇതിൽ കാണിക്കാത്തത്. ഈ ചിത്രത്തിലിരിക്കുന്ന ഗുരുനാഥനും ഈ ചിത്രത്തിലില്ലാത്ത ഒരു പഠിച്ച കള്ളനും ഞാൻ എനിക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഇവർക്ക് 2 പേർക്കും, ഈ മുന്നിലിരിക്കുന്ന കാലുമേ കാലിട്ടിരിക്കുന്ന അകാല വാർദ്ധക്യം വന്ന എൻ്റെ ഗുരുനാഥനും, അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ പിടിച്ചു കൊടുക്കുന്ന ചെറ്റയും, 2 പേർക്കും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, എന്നെക്കൊണ്ട് കഴിയാത്ത സഹായങ്ങൾ വരെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരാരും എനിക്കൊരു സഹായവും ചെയ്തിട്ടില്ല. ഈ 2 പേരെന്നല്ല, ഈ പുറകെ നിൽക്കുന്ന 8 എണ്ണവും ഒരു സഹായവും എനിക്ക് ചെയ്തിട്ടില്ല. ഇവർക്ക് ആർക്കും ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടേയില്ല. ഇവർ പറ്റുന്ന രീതിയിൽ പലപ്പോഴായി എനിക്കിട്ട് പണിഞ്ഞിട്ടുമുണ്ട്. ഈ നിൽക്കുന്നവരും ഇരിക്കുന്നതും എല്ലാം, ഈ ഫോട്ടോ എടുക്കുന്നവനും സീറ്റിൽ ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥനും ഈ പുറത്ത് നിൽക്കുന്ന 8 പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 പേരെങ്കിലും എനിക്ക് പണിഞ്ഞിട്ടുണ്ട് പല തരത്തിൽ. ഈ പ്രോഗ്രാം കണ്ടിട്ട് ഈ ഫോട്ടോയിൽ നിൽക്കുന്നവരിൽ ഒരാളോ ഈ ഫോട്ടോ എടുത്തു കൊടുത്ത മഹാനോ ദിനേശ് പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും അവർ പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദമാക്കാം, ഞാൻ എങ്ങനെയാണ് ദ്രോഹിച്ചത് എന്ന് അവർ പറയുന്നു എന്നുള്ളത് വിശദമാക്കാം. പക്ഷെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഈ ഫോട്ടോ ഇരിക്കുന്ന ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന മഹാനെയും എൻ്റെ ഗുരുനാഥനെയും ദ്രോഹിച്ചിട്ടില്ല. ഈ ഫോട്ടോ എടുത്തവൻ എൻ്റെ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. വലയത്തിൻ്റെ സീരിയലിൻ്റെ നിർമ്മാതാവാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അവൻ എന്നെയും സുകുമാരൻ ഷാർജയും പറ്റിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അവനെ പറ്റിച്ചിട്ടില്ല. ലക്ഷങ്ങളല്ലേ അടിച്ചോണ്ട് പോയത്. അപ്പോൾ എൻ്റെയും കൂടി ഗുരുനാഥൻ എന്ന് പറയാവുന്ന മനുഷ്യൻ ക്യാൻസർ രോഗബാധിതനായി മരിക്കും എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി ഞാൻ ഇനി രക്ഷപ്പെടില്ല. അദ്ദേഹം ഈ ഫോട്ടോയുടെ പുറകെ നിൽക്കുന്ന 8 എണ്ണത്തിനെയും പുറകെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും ചേർത്ത് 9 എണ്ണത്തിനെയും ഒരു നാൾ വിളിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. എന്നിട്ട് അവരെല്ലാം നിരത്തി നിർത്തി പുള്ളി ഒരു പടം എടുത്തു. ഇവരെല്ലാം വിളിച്ചപ്പോൾ ഓടിച്ചെന്നു. കാരണം എൻ്റെ ചീഫ് മരിക്കും മുമ്പ് എനിക്കിട്ട് ഒരു പണി തരാനായിട്ട് ഇവരെയെല്ലാം വിളിച്ചു വരുത്തിയതല്ലേ.
അതുകൊണ്ട് നമ്മൾ പോകണം. അതുകൊണ്ട് എല്ലാവരും ഓടിപ്പോയി. പോകണം എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ 10 പേർ എന്നോടൊപ്പം നിന്ന് ഒരു സ്നാപ്പ് എടുത്ത്, 10 പേരില്ല, 9 പേര്, 9 പേരും എൻ്റെ കൂടെ നിന്നൊരു സ്നാപ്പ് എടുത്തിട്ട് നിങ്ങൾ 9 പേര് നിങ്ങളുടെ വാട്സാപ്പ് സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോൾ അത് ചർച്ചയാവും. ഇതെന്താ ഇതിൽ ദിനേശ് ഇല്ലാത്തത് എന്നുള്ളത് ചോദ്യമാവുമല്ലോ, പലരും ചോദിക്കും. ആ ചോദ്യം ഉയരണം. അവനിട്ടൊരു കൊട്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് കൊടുക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചായിരിക്കും ഇദ്ദേഹം ഇവരെല്ലാം വിളിച്ചു വരുന്നത്. ഇവർക്കും അറിയാൻ കാര്യം ദിനേശിനെ ഒഴിവാക്കിയിട്ട്, അതായത് അദ്ദേഹത്തോടൊപ്പം ഒന്നിലധികം, ഒന്നൊന്നല്ല, 1, 2, 3, 4, 5, 6 സിനിമകൾ വർക്ക് ചെയ്ത ഒരാളേ ഉള്ളൂ, അത് ഞാനാണ്. ഇതെല്ലാം 1ഉം അരയും മുക്കാലും ഒക്കെ എടുത്തു പോയവരാ. പക്ഷെ അവരെല്ലാം വിളിച്ചപ്പോൾ അവരെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തി. ഞാൻ പറഞ്ഞ ആ സീരിയലെടുത്ത് നിർമ്മാതാവ് എന്നുള്ള പേര് വെച്ച് എന്നെയും സുകുമാര ഷാർജി പറ്റിച്ച ദ്രോഹി എടുത്തു കൊടുത്ത പടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അവർ എന്താ പറയുക, ചെന്ന് നിന്ന് കൊടുത്തപ്പോൾ എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവനിട്ടൊരു കൊട്ടാണല്ലോ കൊടുക്കുന്നത് തോന്നിയപ്പോൾ ഇവർക്കുമൊക്കെ സന്തോഷം തോന്നിക്കാണും. അവൻ നിഷേധിയല്ലേ, ഗുരുവിനിട്ട് പാര വെച്ച് കാണും എന്ന് ഈ 8 പേരും വിചാരിച്ച് കാണാം, 9 പേരും. പക്ഷെ അവർക്കറിയാം ദിനേശ് ഒരിക്കലും അയാളുടെ ഗുരുനാഥന് പാര വെച്ച് കാണില്ല. അയാളെ എന്താ പറയുക, കായും പൂവും ഒക്കെ വിളിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞ ആളല്ലേ ദിനേശ്. അതിലൂടെ ലക്ഷങ്ങളെങ്കിലും നേടിക്കാണുമെന്നൊക്കെ ഈ 9 പേര് പറഞ്ഞാൽ സംതൃപ്തനായി അദ്ദേഹത്തിന് ചാകാം എന്ന് അദ്ദേഹം കരുതി കാണും. ഈ പോയ 9 എണ്ണവും കരുതി കാണും. ശിഷ്യർക്ക് ഇതിൽ പല ആനന്ദം എന്ത് കിട്ടാനുണ്ട്? ദിനേശിനിട്ട് അവസാനമായിട്ട് ഒരു ആപ്പ് വെച്ച് കൊടുത്തിട്ട് ദിനേശിൻ്റെ ഗുരുനാഥൻ പോകുമ്പോൾ ഞങ്ങൾ 9 പേരും ഞങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് യവനിട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു അവസരം ഗുരുനാഥൻ ഉണ്ടാക്കി തന്നല്ലോ എന്നുള്ള സന്തോഷം അവർക്കും ഉണ്ടാവാം. ഇവിടെ വേണമെങ്കിൽ പണ്ടൊരു ഒരു വൃത്തിയുടെ കഥ പറയാം. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനെ ദ്രോഹിക്കാവുന്ന അത്രയും മക്കൾ ദ്രോഹിച്ചു. സമ്പന്നമായൊരു ഫാമിലിയില്ല, അച്ഛനെ ദ്രോഹിച്ചു, അല്ലെങ്കിൽ അച്ഛന് വിലയില്ലാതാക്കി. മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു എന്ന് ഉറപ്പായാൽ ഞാൻ ഈ തലയണ കീഴിൽ ഒരു കവറിൽ ഒരു 5-6 ചെറിയ ആണി പോലത്തെ കുറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ മക്കളും ഓരോന്നെടുത്ത് എൻ്റെ തലയിലടിക്കണം. കമ്മുവിൻ്റെ തടിയിലുണ്ടാക്കിയതാണ്. അതെന്തിനാച്ചാ, എൻ്റെ ഉയിര് തല പിളർന്ന് പോകണം. അപ്പം നിങ്ങളിങ്ങനെ അടിക്കുമ്പോൾ അതിൽ കൂടെ അങ്ങ് പോകും. അതെൻ്റെ ഒരു ജീവിത അഭിലാഷമാണ്, ചെയ്യണം. മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മക്കളത് ചെയ്തു. കരയോക്കാരൊക്കെ വന്ന് ബോഡി കുളിപ്പിക്കാനെടുത്ത് കുളിച്ച് തലയൊക്കെ തോർത്തുമാണ് തലയിൽ എന്തോ തട്ടുന്നു. നോക്കിയപ്പോൾ തലയിൽ 4-5 ഇതുപോലെ ആണി പോലൊരു സാധനം തടി വെച്ചടിച്ച് വച്ചിരിക്കുന്നു. അപ്പോൾ മക്കൾ ഇത് അടിച്ചാണ് കൊന്നതെന്ന് ഈ കരയോക്കാർ വിചാരിച്ചു. അവർ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു. പോലീസ് വന്ന മക്കൾ പറഞ്ഞു, അത് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു, തലയിൽ ഞങ്ങളിങ്ങനെ അടിച്ച് കയറ്റണം. മരിച്ച ശേഷം അച്ഛൻ ഇങ്ങനെ അടിച്ചാൽ കൊന്നത് വസ്തു ഒപ്പിക്കാൻ ഇവന്മാരെ പിടിച്ചകത്തിട്ട്. അപ്പോൾ പോകാൻ നേരത്ത് പോലും അച്ഛൻ മക്കൾക്ക് സ്വൈരം കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ സ്നേഹിച്ച, ഞാൻ ബഹുമാനിച്ച, ഞാനൊരു അനന്തരവനെ പോലെ, അദ്ദേഹത്തിൻ്റെ ഒരു അമ്മാവനെ പോലെ ബഹുമാനിച്ച ആളായിരുന്നു ഞാൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും ചെയ്തു കൊടുക്കാതിരുന്നിട്ടില്ല, ഏത് കാര്യവും. അങ്ങനെയുള്ള എന്നെ ദ്രോഹിക്കാനായിട്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ 9 മുറിയൻ ശിഷ്യന്മാരെ വിളിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്ത വകർക്ക് എന്ത് കിട്ടിക്കാണോ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് ആ മനുഷ്യൻ. ഈ പശുവിൻ്റെ ഈ എരുമയുടെയൊക്കെ മുതുകത്ത് മുറിവുകൾ വരും, അതിൽ പുഴു നരയ്ക്കും, ഇങ്ങനെ കുരുകുരു ഭയങ്കര കടിയായിരിക്കും. എൻ്റെ പാറുവിന് കൂടെ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പുഴു നരയ്ക്കുമ്പോൾ തൊടാൻ പറ്റാത്ത ഇടമായതിനാൽ സ്വന്തം വാലുകൊണ്ട് ഈ പശുവും കിടാവും ഒക്കെ ഇങ്ങനെ വാലുകൊണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ വാലുകൊണ്ട് അടിച്ചാൽ ഈച്ച പോകുമെന്നുള്ളത്, അതിനകത്തുള്ള പുഴു പോകില്ല. അപ്പോൾ അതിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോഴാകും ഒരു കാക്ക പറന്ന് വരുന്നത്. കാക്ക വന്ന് ഈ പശുവിൻ്റെ പോത്തിൻ്റെ പുറത്തിരിക്കും. ഇരുന്നിട്ട് കാക്ക മുറിവിലുള്ള പുഴുവിനെ മുഴുവൻ ഒന്നൊന്നായി കൊത്തിപ്പെറുക്കി തിന്നും. അപ്പോൾ പശുവിനപ്പം നല്ല ആശ്വാസമാവും. പശുവിൻ്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും പമ്പ കിടക്കുമെന്ന് പറഞ്ഞ കണക്ക്. പോകുന്നതിന് മുമ്പ് ഗുരുവിന് എനിക്കിട്ടൊരു പാര വയ്ക്കണമെന്ന് തോന്നിയതിൻ്റെ സന്തോഷം അങ്ങേർക്ക് കിട്ടി. നമ്മൾ ചെയ്യാതെ തന്നെ അങ്ങേരിലൂടെ ദിനേശിനിട്ടൊരു പണി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഈ 9 എണ്ണത്തിനും തോന്നിക്കാണും. ഈ സ്ഥിതി വിശേഷമാണ്
ഈ പടത്തിൽ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, എനിക്കിത് ഈ പടം കിട്ടിയപ്പോഴേ ഞാൻ ആലോചിക്കരുത്, എന്തിനാ ഇവർ തന്നെ ഈ നിൽക്കുന്ന 9 എണ്ണത്തിൽ പറഞ്ഞ ഈ ഫോട്ടോ എടുക്കുന്നതിനടക്കം 9 എണ്ണത്തിൽ 1-2 പേരാണ് എനിക്ക് ഈ പടം അയച്ചു തന്നത്. എനിക്കിട്ട് ഒരു പണി കൊടുത്തല്ലോ എന്ന് ആശാനും, നമ്മളൊന്നും പറയാതെ തന്നെ ദിനേശിന് ആശാൻ തന്നെ ഉഗ്രം പണി കൊടുത്തല്ലോ എന്ന് ഈ ശിഷ്യന്മാർക്കും സന്തോഷമായി കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ നിൽക്കുന്നവരിൽ ഒരാൾക്കും എൻ്റെ സീനിയോറിറ്റി ഇദ്ദേഹത്തോടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഒരാൾ സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അതിന് വഴിയുണ്ടാക്കിയത് എൻ്റെ കൂടെ പത്രപ്രവർത്തനത്തിന് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി വന്നതിലൂടെ കിട്ടിയതുമാണ്. അയാളാണ് ഇതിൽ സീനിയർ. ബാക്കിയൊക്കെ ഒരു പടവും അരപ്പടവും മാത്രം ഗുരുവിനോടൊപ്പം സഹകരിച്ചവരാണ്. എന്തിനാവും അദ്ദേഹം എന്നെ ശത്രുപക്ഷത്ത് നിർത്തിയത്? മരണത്തോട് അടുക്കുമ്പോൾ കാണാൻ ചെന്നപ്പോൾ കാണാൻ സമ്മതിക്കാതെ മടക്കി വിട്ടത് എന്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ സിന്ധു കൂടെ പോയിരുന്നു. ഇൻഫെക്ഷൻ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് ആ ഇളയ കുട്ടി എന്നോട് പറഞ്ഞത്. വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഗുരുവിൻ്റെ ഈ ഇളയ സന്താനം എന്നോട് പറഞ്ഞത്. ഞാൻ എടുത്തുകൊണ്ട് നടന്ന സന്താനം പറഞ്ഞത്. ഈ 9 എണ്ണത്തിനെ വിളിച്ചു വരുത്തി പടമെടുത്താൽ ഇൻഫെക്ഷൻ പമ്പ കിടക്കുമെന്നായിരിക്കും ഈ കുട്ടിയും ഈ അച്ഛനും ഒക്കെ വിചാരിച്ചത്. പമ്പ കടന്നിരിക്കാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകണം. ബാങ്കിൽ വലിയ ഒരു തുക ബാലൻസ് കാണിക്കണം. എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. മുദ്ര ശശി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രശസ്തനായ നിർമ്മാതാവ് മുദ്ര ശശിയുടെ മുദ്ര ഫിലിംസിൻ്റെ ഓഫീസിൽ ബസ് സ്റ്റാൻഡിലൊക്കെ വരുന്ന ഫിലിം പെട്ടികൾ ചുമക്കുന്ന ഒരാളിൽ നിന്ന് ഇദ്ദേഹം എത്ര ലക്ഷം എന്നോട് ചോദിച്ചോ അത്ര ലക്ഷവും ഒരു രേഖയും ഇല്ലാതെ ഞാൻ വാങ്ങിക്കൊടുത്തു. പറഞ്ഞ ദിവസം തന്നെ കൃത്യമായിട്ട് ആ തുക മടക്കി തരികയും ചെയ്തു. കള്ളം പറയാൻ പാടില്ലല്ലോ. പക്ഷേ പലിശ വല്ലതും കൊടുക്കണോ ദിനേശെന്ന് പുള്ളി ചോദിച്ചില്ല. പലിശയ്ക്കാണ് ഞാൻ എടുത്തത്. ആ പലിശ ഞാൻ ആദ്യമായി ഇവിടെ പറയുകയാണ്, ആ പലിശ ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രാമചന്ദ്രൻ എന്നാണ് അയാളുടെ പേര്. ഇപ്പം മണക്കാട് രാമേന്ദ്രൻ എന്ന് പറയാൻ ഒക്കില്ല. അത് മറ്റേ വയലാറിൻ്റെ സംഘടന കൊണ്ട് നടക്കുന്ന മണക്കാട് രാമേന്ദ്രനാണെന്ന് വിചാരിക്കും. വേറൊരു രാമേന്ദ്രൻ ഉണ്ട് മണക്കാട്. രാമേന്ദ്രൻ്റെ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തത്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കാണാൻ വന്നാൽ ഞാൻ രാമേന്ദ്രനെ കൊണ്ട് പറയിച്ചു തരാം ഈ ലക്ഷത്തിന് ഞാൻ പലിശ കൊടുത്തോ ഇല്ലയെന്ന്.